സ്നേഹബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വർഗീസ് കൈതാരത്ത്, നിരാഹാരമനുഷ്ഠിക്കുന്ന എത്രയും പ്രിയപ്പെട്ട ജോയ്സ് അച്ച, മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വൈദികരെ, വളരെ സുപ്രധാനമായ ഒരു സമയത്താണ് നമ്മളിവിടെ ഇരിക്കുക. ജോയ്സ് അച്ഛൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല നിരാഹാരം അനുഷ്ഠിക്കുന്നത്. എൻ്റെ ധാർമ്മിക ബലത്തേക്കാൾ ഉപരിയായി ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വൈദികരുടെയും മനുഷ്യരുടെയും ധാർമ്മിക ബലം ജോയ്സ് അച്ഛന് വലിയ കരുത്തു പകരുന്നു എന്ന് ജോയ്സ് അച്ഛൻ പറഞ്ഞു. ബൈബിളിൽ ഒരു വാചകമുണ്ട്, അതിങ്ങനെയാണ്: ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പൊതു നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുക എന്ന കർത്താവിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പൊതു നന്മയ്ക്ക് വേണ്ടി മുഴുവൻ മനുഷ്യരുടെയും ധാർമ്മിക മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടി തയ്യാറായ ജോയ്സ് അച്ഛന് 1000 കൂപ്പുകൈ. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനമായി നമ്മൾ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ചുറ്റുവട്ടത്തായി അനേകം ഇടവകകൾ, അനേകം ദേവാലയങ്ങൾ, ആ ദേവാലയത്തിൻ്റെ തിരുമുറ്റങ്ങളൊക്കെ ഉള്ളപ്പോഴും, അവിടെയൊക്കെ സൗകര്യങ്ങൾ ഉള്ളപ്പോഴും, എന്തുകൊണ്ടാണ് പൊതുനിരത്തിൽ വന്ന് നിന്ന് ഈ സഭയിൽ അനീതി നടക്കുന്നു, അധർമ്മം നടക്കുന്നു, അതിൻ്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ തയ്യാറായത് എന്ന് ഈ സിനഡിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയയുടെ അകത്തിരിക്കുന്നവർക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ്. സാധാരണഗതിയിൽ അവർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം, അവര് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന മുണ്ടാടൻ അച്ഛനെയോ ചിറ്റനപ്പള്ളി അച്ഛനെയോ ബാക്കിയുള്ള അച്ഛന്മാരെയോ ഒന്നും അവർ തെരഞ്ഞു പിടിച്ചില്ല പുറത്താക്കാൻ. അവർ തെരഞ്ഞു പിടിച്ചത് ശാരീരികമായി നന്നേ ക്ഷീണിച്ച അതിശക്തമായ ധാർമ്മിക ബലമുള്ള മണവാളൻ അച്ഛനെയാണ്. ആ മണവാളൻ അച്ഛൻ്റെ വളരെ ദുർബലമായ ശബ്ദത്തോടെ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ മുമ്പിൽ അവർ വല്ലാതെ പതറി നിൽക്കുകയാണ്. ദുർബലമായ ശബ്ദമാണ്, പക്ഷെ ധീരമായ ചെറുത്തുനിൽപ്പാണ്. വല്ലാതെ പതറി നിൽക്കുകയാണ്. അത് കണ്ടിട്ട് അവർ പഠിച്ചില്ല കേട്ടോ, അവർക്കൊന്നും മനസ്സിലായില്ല എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ തൊട്ടു പിന്നാലെ ജോഷി അച്ഛൻ്റെ പുറകെ പോയി, തൃപ്പൂണിത്തുറയിലെ വികാരി അച്ഛൻ്റെ പുറകെ. ഒരിക്കൽ പോലും ഈ സമരത്തിന്റെ മുൻനിരയിൽ വന്നിട്ടില്ലാത്ത ഒരു വികാരി അച്ഛനെ തെരഞ്ഞു പിടിച്ച് ആ വികാരി അച്ഛനെ ശിക്ഷിക്കാമെന്ന് അവർ കരുതി, പേടിച്ച് പിന്മാറുമെന്ന് കരുതിയിട്ടാണ്. അദ്ദേഹവും ധീരമായ നിലപാടെടുത്തു കേട്ടു. അപ്പോഴും നിങ്ങൾ ഓർക്കണം, തൊട്ടു പിന്നാലെ അവർ പാലാരിവട്ടത്തുള്ള തോമസ് വാളൂക്കാരൻ അച്ഛന്റെ പുറകെ പോയി. വാളൂക്കാരൻ അച്ഛനും ഈ സമരരംഗത്തൊന്നും മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. വലിയ വേദികളിൽ പ്രസംഗം പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ ധീരമായ മനസ്സിന്റെ ഉടമയായിരുന്നു. ഞാൻ നേരത്തെ ജോയ്സ് അച്ഛൻ ഇവിടെ നിന്ന് എനിക്ക് ചുറ്റും ധാർമ്മിക ബലമുള്ള കരുത്തുള്ള വലിയ വൈദികരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരുടെ എല്ലാവരുടെയും മുഖം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയുകയായിരുന്നു. ധാർമ്മിക ബലമുള്ള കരുത്തുള്ള മനുഷ്യർ, പ്രായമേറിയിട്ടും കരുത്തോടെ നിൽക്കുന്ന തളിയനച്ഛനില്ലേ ഇവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാർമ്മിക ബലമുള്ള കരുത്തുള്ള അനേകം വൈദികരുള്ള ഒരു അതിരൂപതയാണിത്. തൊട്ടു പിന്നാലെ അവർ ബെന്നി പാലാട്ടി അച്ഛനെ പിടിച്ചു, അച്ഛനെ പിടിച്ച് പുറത്താക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജഫച്ചൻ, വളരെ നിസ്സാരരായ വൈദികരെ തെരഞ്ഞു പിടിച്ച് അവരെ ആക്രമിച്ചപ്പോഴും ഈ വൈദികരെല്ലാം ദുർബലരെന്ന് അവർ കരുതിയിരുന്ന വൈദികരെല്ലാം അതീവ ശക്തിയുള്ള ധാർമ്മിക ബോധമുള്ളവരാണ് എന്ന തിരിച്ചറിവ് അവർക്കില്ലാതെ പോയി.
അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അവർക്കത് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ വൈദികർ മുഴുവൻ വലിയ ധാർമ്മിക ബലമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. ഒരിടവകയിൽ പോലും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. അതിനുശേഷം അവർ പിടിച്ചത് പ്രസാദഗിരി എന്ന് പറയുന്ന ഒരു കൊച്ചടവകയിലാണ്. ആകെ 140 കുടുംബങ്ങളെ ഉള്ളവിടെ. വെറും 140 കുടുംബങ്ങളുള്ള ഒരു കൊച്ചടവകയിലെ ആ വൈദികന്റെ അടുക്കൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി, ആ വൈദികനും ഇതേപോലെ പൊതുവേദികളിൽ വന്നിട്ടുള്ള ആളല്ല. ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന വൈദികനാണ്. പൊതുവേദികളിലൊന്നും വന്നിട്ടുള്ള ആളല്ല. ആ ഇടവകയിലെ ഇദ്ദേഹം ഇവർ തന്നെ കാട്ടിക്കൂട്ടി കുറച്ചാളുകളെ കൊണ്ട് 130 പേരെ കൊണ്ട് ഞങ്ങൾക്ക് സിനഡ് കുർബാന വേണമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഒരു കടലാസ് കൂരിയേൽ മേടിച്ചിട്ട് ആ കടലാസിന്റെ വെളിച്ചത്തിൽ ഈ വൈദികനെ പുറത്താക്കി ആ വൈദികന്റെ മുകളിൽ വികാർ ഇൻചാർജ് എന്ന് പറഞ്ഞ് നന്നേ ചെറുപ്പക്കാരനായ 80 വയസ്സുള്ള തോട്ടുപുറച്ചനെ ഏൽപ്പിച്ചു. എഴുന്നേക്കാൻ വയ്യ. ചെറുപ്പക്കാരനായ ഒരു അച്ഛൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വികാരൻ ജനറലാക്കിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഈ പ്രസാദഗിരി ഇടവകയിൽ നിന്ന് നമ്മുടെ അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ വിളിച്ചാൽ പോലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയാണ് അവരിത് കാണിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പ്രസാദഗിരിയിൽ നിന്ന് ഏതാനും പേർ ഉയർത്തെഴുന്നേറ്റ് ഒരൊറ്റ ദിവസം കൊണ്ട് അവർ ആ ഇടവകയിലെ കുടുംബങ്ങൾ മുഴുവൻ കയറിയിറങ്ങി നടന്ന് 154 പേർ ഒപ്പിട്ട ഒരു നിവേദനം പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ വൈദികരെ മാറ്റാനായില്ല. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് CIയുടെ മുമ്പിൽ വെച്ച് ചർച്ച. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യണമെന്നറിയാമോ? പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ നമുക്ക് അനുവാദം തന്നത് മാർ റാഫേൽ തട്ടിലാണ്. അദ്ദേഹം കോടതിയിൽ കൊണ്ട് ഒരു അഫിഡവിറ്റ് എഴുതി കൊടുത്തിട്ട് അഫിഡവിറ്റിന്റെ അവസാനം എന്താ കാര്യമെന്നറിയാമോ? എങ്ങനെ കുർബാന ചെല്ലണം എന്ന് ചോദിച്ച തർക്കത്തില് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, ദിസ് കോർട്ട് മേ പാസ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ്. ഈ കോടതി പറയൂ ഞങ്ങൾ അതേപോലെ കുർബാന ചെല്ലാം. ആരാ പറയുന്നത്? സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കോടതിയിലെ മുൻസിഫിന്റെ അടുത്ത് പറയാ, ഈ കോടതി ഒന്ന് പറഞ്ഞതാ എങ്ങനെ കുർബാന ചെല്ലണമെന്ന്, ഞങ്ങൾ അതേപോലെ കുർബാന ചെല്ലാം. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഗതികേടിന്റെ പരമകാഷ്ഠയിലാണ് ഈ മെത്രാന്മാർ. അവരാ പൊതുവേദിയിൽ വന്ന് ഇത് പറയണമെന്ന് നമ്മളോട് പറഞ്ഞത്. പള്ളിയിൽ പ്രശ്നമുണ്ടാകുമ്പോ ACPയുടെ അടുത്തും കമ്മീഷണറുടെ അടുത്തും DCPയുടെ അടുത്തും സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്തും ഒക്കെ പോയി പരിഹരിക്കാൻ പറയുന്ന ഒരു സഭയാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സഭയുടെ ഒരു ഗതികേട് എന്താണെന്ന് അറിയാമോ? ഒരു വൈദികന്റെ ഒരു പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ എല്ലാവരും കൂടി നേരെ സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോക്കോ, അവിടെ ഇരുന്ന് പ്രശ്നം പരിഹരിക്കാം. എന്തൊരു ഗതികേടാണ്. അതേപോലെ ഗതികേടില് ആക്കിയിരിക്കുന്ന നമ്മളുടെ അടുത്ത് ഇതേപോലെ ഗതികേടിലാക്കിയെങ്കിൽ എന്നാ പിന്നെ നമ്മൾ പൊതുസമൂഹത്തോട് പറയാം, ഇതാദ്യത്തെ വേദിയാണ്. നാട് മുഴുവൻ നടന്ന് നിങ്ങൾ കാണിക്കുന്നത് അധർമ്മമാണെന്ന്, നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണെന്ന്, നിങ്ങൾ കാണിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പൊതുവേദിയിൽ നിന്ന് സകലരോടും പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്ന് സിനഡ് മെത്രാന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. തീരുന്നില്ല, ഇവിടെ കൊണ്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ അറിയണം, ഇന്ന് വൈകുന്നേരം ഉച്ചയോടുകൂടി പ്രസാദഗിരി പള്ളിയിലെ മനുഷ്യരെ സർക്കിൾ ഇൻസ്പെക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ ചർച്ചയ്ക്ക് പോയി. ആര് പറഞ്ഞിട്ടാ ചർച്ചയ്ക്ക് പോയേ? ബോസ്കോ മെത്രാൻ പറഞ്ഞിട്ടാ. ആരാ ചർച്ചയ്ക്ക് പോണേന്നറിയോ? ബോസ്കോ മെത്രാൻ പ്രത്യേകമായി നിയമിച്ച വികാർ ഇൻചാർജ്. ചർച്ചയ്ക്ക് പോയപ്പോ ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന ഒരു 10-25-30 അൽമായരും ചെന്നു.
സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു ഈ തോന്നിവാസം ഇവിടെ സമ്മതിക്കാൻ പറ്റുകയില്ല. അവസാനം സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ ബോസ്കോ മെത്രാൻ നിയമിച്ച വികാർ ഇൻചാർജ് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പൊക്കോളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഗതികേടല്ലേ? ഇതൊക്കെ മെത്രാന്റെ മുമ്പിൽ ചെയ്യേണ്ട കാര്യല്ലേ? സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിന്ന് ഗതികെട്ട സഭ എന്തുമാത്രം വലിയ ഗതികേടാണെന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കണം. ഈ സഭയിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടായി. ഭൂമി കുംഭകോണം പരക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ഒടുവിൽ വത്തിക്കാന് മനസ്സിലായി ഈ ഭൂമി കുംഭകോണം ശിക്ഷിക്കേണ്ട കർമ്മമാണ്, കടവയാണ് എന്ന് മനസ്സിലായി. വത്തിക്കാൻ ഈ കർദിനാൾ ആലഞ്ചേരിയെ പിടിച്ച് പുറത്താക്കിയപ്പോ ഏറ്റവും, അതായത് ഒരു മെത്രാനെ പോലും ഇങ്ങനെ പുറത്താക്കാത്ത തരത്തിൽ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ വത്തിക്കാന്റെ ഒരു പ്രതിനിധി ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിരുന്നിട്ട് ആ എയർപോർട്ടിൽ വെച്ച് എയർപോർട്ടിലേക്ക് ആളെ വിളിച്ചു വരുത്തി ചുറ്റും 3-4 പേരിരിക്കെ രാജി എഴുതി മേടിച്ച് തിരിച്ചുപോയി. നിങ്ങൾ അറിയണം, ആ വത്തിക്കാനെ സീറോ മലബാർ സഭ തോൽപ്പിച്ചു. ആ വത്തിക്കാനെ തോൽപ്പിച്ചു. എങ്ങനെയാണ് തോൽപ്പിച്ചതെന്നറിയാമോ? വത്തിക്കാൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി ചെയ്തു എന്ന് മനസ്സിലാക്കിയ, അഴിമതി നടത്തി എന്ന കാരണത്താൽ പുറത്താക്കിയ മേജർ ആർച്ച് ബിഷപ്പിന് പകരമായി മറ്റൊരു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തിട്ട് ആ മേജർ ആർച്ച് ബിഷപ്പ് പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങിൽ ആ മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാൻ ഒരു താക്കീത് കൊടുക്കുകയാണ്. എന്താണ് താക്കീത് എന്നറിയാമോ? ഞങ്ങളാരും ആലഞ്ചേരി പിതാവ് തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന്. പറഞ്ഞത് നമ്മളോടല്ല കേട്ടോ, വത്തിക്കാനോടാ. ആലഞ്ചേരി പിതാവിനെ പുറത്താക്കുന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് വന്നു നിന്ന് വത്തിക്കാനോടാ പറയണേ, ഞങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറിയ തെറ്റല്ല, വത്തിക്കാനെ തോൽപ്പിച്ചതാ. എന്നിട്ട് ഇന്നെന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയാമോ? കർദിനാൾ ആലഞ്ചേരിക്ക് പകരക്കാരനായി മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ ആലഞ്ചേരിയുടെ സെക്രട്ടറി, കർദിനാൾ ആലഞ്ചേരിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന അതേ വൈദികൻ ഇന്ന് മാർ റാഫേൽ തട്ടിലിന്റെ പേഴ്സണൽ സെക്രട്ടറി. കർദിനാൾ ആലഞ്ചേരിയുടെ കൂരിയയിലെ ചാൻസലർ, അതേ ചാൻസലർ ഇന്ന് മാർ റാഫേൽ തട്ടിലിന്റെ ചാൻസലർ. ആ കർദിനാൾ ആലഞ്ചേരിയോടൊപ്പം ഈ ദുഷ്ടകർമ്മത്തിന് ആരെല്ലാം സാക്ഷികളായിരുന്നോ അവരെല്ലാവരും ഇന്ന് മാർ റാഫേൽ തട്ടിലിനോടൊപ്പം സഞ്ചരിക്കുന്ന കർദിനാൾ ആലഞ്ചേരിയുടെ അതേ നിഴൽ കൂരിയാണ് ഇന്ന് മൗണ്ട് സെന്റ് തോമസിലുള്ളത്. നിങ്ങൾ അവിടം കൊണ്ട് അത് തീർന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കർദിനാൾ ആലഞ്ചേരിയുടെ കൂരിയ മൗണ്ട് സെന്റ് തോമസിൽ ഉണ്ടാകുമ്പോ കർദിനാൾ ആലഞ്ചേരിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു വീട് മൗണ്ട് സെന്റ് തോമസിൽ തന്നെ പണിതു കൊടുത്തതിൽ അത്ഭുതമുണ്ടോ? അത്ഭുതപ്പെടാനില്ല. പ്രത്യേകമായ ഒരു ഭവനം പണിതു കൊടുത്ത് മൗണ്ട് സെന്റ് തോമസിനകത്ത് തന്നെ കർദിനാൾ ആലഞ്ചേരിയെ കുടിയിരുത്തിയെങ്കിൽ അത് കഴിഞ്ഞ് കർദിനാൾ ആലഞ്ചേരി ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? റാഫേൽ തട്ടിലാണെന്നും ബോസ്കോ പുത്തൂരും ഒക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, കർദിനാൾ ആലഞ്ചേരിയുടെ കാലത്ത് കർദിനാൾ ആലഞ്ചേരിയോടൊപ്പം പ്രൊക്കുറേറ്റർ ആയിരുന്ന അതേ ജോഷി പുതുവ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കർദിനാൾ ആലഞ്ചേരിയുടെ കൂരിയ മൗണ്ടിൽ കർദിനാൾ ആലഞ്ചേരിയുടെ കൂടെ ഉണ്ടായിരുന്ന അതേ കൂരിയ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറും. എന്തും സംഭവിക്കാം. ഈ വൈദികരെ ഇതുപോലെ ശിക്ഷിക്കാൻ അവർ പലപ്പോഴും തീരുമാനിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, വൃദ്ധരായ ഒരു കർദിനാൾ പകപൂണ്ട് വൈരാഗ്യം മൂത്ത് ഞാൻ വിചാരണ നേരിടുന്നതിന് മുമ്പ്
ഇവിടെയുള്ള കുറച്ച് വൈദികരെങ്കിലും പുറത്താക്കിയിട്ട് വിചാരണയ്ക്ക് നേരിടാൻ നിന്നുകൊടുക്കൂ എന്ന പകയും വൈരാഗ്യവും കൊണ്ട് ഒരു കർദിനാൾ അതിനകത്ത് ഇരിക്കുകയും ആ കർദിനാളിനെ പിന്തുണയ്ക്കാൻ ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഗതികേടാണ് ഇന്ന് സീറോ മലബാർ സഭ അനുഭവിക്കുന്നത്. ആ ഗതികേടിലാണ് നമ്മൾ. അതുകൊണ്ടാണ് അനീതിയും അധർമ്മവും തുറന്നു കാണിക്കാൻ നമ്മൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇതുകൊണ്ട് തീരുന്നില്ല കേട്ടോ. പൊതുനിരത്തിൽ ഇനി അങ്ങോട്ട് പൊതുനിരത്തിൽ ഇറങ്ങി നിന്ന് അതിശക്തമായി കർദിനാൾ ആലഞ്ചേരി കാണിച്ചതും പിന്നീട് ഇങ്ങോട്ടുള്ള സകല കൂരിയെയും സകല മനുഷ്യരും കാണിക്കുന്നതുമായ സകല അധർമ്മവും അനീതിയും തുറന്ന് പച്ച വെളിച്ചത്തിൽ തുറന്നു പറയും എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലവിലുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുകയും ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ കൂരിയെയും അധാർമികമായി വെച്ചിരിക്കുന്ന കൂരിയ സന്നാഹത്തെ അടിപടലം പുറത്താക്കുകയും ചെയ്തില്ലെങ്കിൽ മൗണ്ട് സെന്റ് തോമസ് വളയുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. മൗണ്ട് സെന്റ് തോമസ് വളയുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത പരിപാടികളെ കുറിച്ച് എങ്ങനെ ആലോചിക്കണം എന്നുള്ള വിവരമെല്ലാം അൽമായ മുന്നേറ്റത്തിൻ്റെ സെക്രട്ടറി ശ്രീ PP ജെറാർഡ് പറയും. നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. വലിയ മുന്നേറ്റങ്ങൾക്ക് സമയമായിരിക്കുന്നു. അഴിമതിക്ക് മുമ്പിൽ തല ഉനിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്ന, പൊതുനന്മയ്ക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തിച്ച ജോയ്സ് അച്ഛന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.